കരൂർ കേസിൽ TVK അധ്യക്ഷൻ വിജയുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി. 4 മണിക്കൂറിലധികമാണ് വിജയിയെ ചോദ്യം ചെയ്തത്. ചോദ്യം ചെയ്യൽ നടപടികൾ വീഡിയോയിൽ പകർത്തിയില്ല. അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. അച്യുതൻ, എന്തൊക്കെ കാര്യങ്ങൾ CBI ചോദിച്ചറിയാൻ ശ്രമിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? വിശദാംശങ്ങൾ എന്താണ്? പ്രജിൻ 12:07 CBI ആസ്ഥാനത്ത്, ഡൽഹിയിലെ CBI ആസ്ഥാനത്ത് ഈ കരൂർ അപകടവുമായി ബന്ധപ്പെട്ട വിജയെ ചോദ്യം ചെയ്യൽ ആരംഭിച്ചത്. അതിപ്പോൾ 4 മണിക്കൂർ പിന്നിട്ട് ആ മൊഴിയെടുക്കൽ പൂർത്തിയായിരിക്കുന്നു. ഇത് വീഡിയോയിൽ പകർത്തിയിട്ടില്ല എന്ന വിവരമാണ് ലഭിക്കുന്നത്. നിലവിലിപ്പോൾ ഈ മൊഴി അത് ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ട അഭിഭാഷക സംഘം അത് പരിശോധിച്ച് വരികയാണ്. അതിനുശേഷമായിരിക്കും വിജയ് മൊഴിയിൽ ഒപ്പിടുക. വിജയ് ഒപ്പിട്ടാൽ മാത്രമായിരിക്കും ആ മൊഴി വാലിഡ് ആവുക. എന്തായാലും ആ നടപടികൾ പുരോഗമിക്കുന്നതായാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും അല്പസമയത്തിനകം തന്നെ അത് പൂർത്തിയാക്കി വിജയ് പുറത്തേക്ക് വരും എന്ന് തന്നെയാണ് ഇവിടുത്തെ സുരക്ഷാ ഒരുക്കങ്ങൾ നടത്തുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിരവധി ചോദ്യങ്ങളാണ് വിജയോട് CBI ഇതുമായി ബന്ധപ്പെട്ട ആരാഞ്ഞത്. അതിലൊന്ന്, ഈ കരൂരിലെ പരിപാടിയുടെ സംഘാടകൻ ആരാണ്, അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ആർക്കാണ് ഏൽപ്പിച്ചത്, എന്തുകൊണ്ടാണ് വിജയ് വേദിയിലെത്താൻ വൈകിയത്? കാരണം മുൻകൂട്ടി നിശ്ചയിച്ച സമയവും വിജയ് എത്തിയ സമയവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. 7 മണിക്കൂർ വൈകിയായിരുന്നു വിജയ് എത്തിയത്. അത് തന്നെയാണ് ഈ ജനക്കൂട്ടം അത് വർദ്ധിക്കുന്നതിനും അത് പിന്നീട് ഒരു അപകടങ്ങൾ, തിക്കിലും തിരക്കിലും പെട്ടൊരു അപകടത്തിലേക്ക് നയിച്ചത്. അപ്പോൾ അതെന്തുകൊണ്ടാണ് വൈകിയത്, അതിന്റെ കാരണം എന്താണ് എന്ന് ചോദിക്കുന്നുണ്ട്. മറ്റൊന്ന്, ഈ അപകടം അറിഞ്ഞിട്ടും പ്രസംഗം എന്തുകൊണ്ട് തുടർന്നു? മറ്റൊന്ന്, ഈ ആളുകൾ ബുദ്ധിമുട്ടുന്നത് കണ്ട വിജയ് തന്നെ വെള്ളക്കുപ്പികൾ ആൾക്കൂട്ടത്തിലേക്ക് എറിഞ്ഞുകൊടുത്തു. എന്നിരുന്നിട്ടും ഇത് പരിഹരിക്കുന്നതിന് വേണ്ട നടപടികൾ എന്തുകൊണ്ട് TVK അധ്യക്ഷ നിലയിൽ സ്വീകരിച്ചില്ല? അത്തരം ചോദ്യങ്ങളാണ് വിജയോട് CBI ചോദിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.